എനിക്ക് തോന്നുന്നു ആ വള മാത്രമേ ഉള്ളൂ സ്വർണ്ണമെന്ന് തോന്നുന്നതിനകത്ത് ബാക്കി കുപ്പികളെ ആ 40 പേര് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഈ പെൺകുഞ്ഞിന്റെ കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിച്ചാലേ അങ്ങനെ ഒരു സ്വാർത്ഥതയായിരിക്കും. വിവാഹവുമായി ബന്ധപ്പെട്ട് ഞാനൊരിപ്പോൾ സ്വർണ്ണം വാങ്ങിച്ചപ്പോൾ പറഞ്ഞത് സ്വർണ്ണം വിടാൻ തയ്യാറല്ല. ഇത് നമ്മുടെ സുരേഷ് സാറാണ്. സുരേഷ് സാറ് അടൂരിലെ SB ബുക്ക് സ്റ്റാൾ എന്നൊരു സ്ഥാപനം നടത്തുകയാണ്. പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകനും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇതൊക്കെ സംഘാടകൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. തന്റെ മകളുടെ വിവാഹം. മകളൊരു മാധ്യമ പ്രവർത്തകയാണ്. അപ്പം വിവാഹവുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ ചർച്ചകളിൽ അവരുടെ ചെലവുകളൊക്കെ ചുരുക്കിക്കൊണ്ട് ഒരു നല്ല കാര്യം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ആ കുടുംബത്തിനുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് മോളൊരു പ്രത്യേക രീതിക്കാരിയാണ്. സ്വർണത്തിലോടോ ആർഭാടങ്ങളോടൊന്നും ഒരു ആഗ്രഹവും ഇല്ലാത്ത ഒരു മകളാണ്. ഏറെ സന്തോഷമുണ്ട് ഞങ്ങൾക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ തന്നെ. ഇന്ന് നമ്മുടെ സമൂഹത്തിലെ എല്ലാവരും ഇങ്ങനെ വലിയ ദൂർത്തുകൾ നടത്തുമ്പോൾ അവര് തങ്ങൾക്ക് കിട്ടിയ പൈസ തങ്ങളുടെ അതിനുവേണ്ടി മകളുടെ ചെലവിന് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ച ആ പൈസ മകൾക്ക് സമാനമായി കൊടുത്ത 16 ലക്ഷം രൂപയാണ് ഇന്ന് ചെലവഴിച്ച് അഗതി മന്ദിരത്തിലെ പാവങ്ങൾക്ക് വേണ്ടി 40 പേർക്ക് കിടക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കെട്ടിടം പണിത് തന്നേക്കുന്നത്. പ്രിയപ്പെട്ട ചേട്ടനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എനിക്കറിയില്ല. ഞങ്ങള് ഇത്രയും വലിയൊരു സംരംഭം ഇത് സമൂഹം ശരിക്കും മാതൃകയാക്കേണ്ട കാര്യമാണ്. അദ്ദേഹം ഇത് ആരും അറിയരുതെന്ന് മാത്രം ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് സമൂഹത്തിന്റെ മുമ്പിൽ മാതൃകയാക്കിയില്ലെങ്കിൽ നാളെ നമ്മുടെ മുമ്പിൽ ദൂരത്തിന്റെ പേരിൽ ഓരോ കുഞ്ഞുങ്ങളെ വഴിയാധാരമായി പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു കടം തീർക്കല ശരിക്കും പറഞ്ഞാൽ. കാരണം ഇത് അച്ഛന്റെ ഒരു ആഗ്രഹമായിരുന്നു. അച്ഛൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പിന്നെ നിരാലംബരായ പെൺകുട്ടികളാരെങ്കിലും സാമ്പത്തിക ഞെരുക്കം കൊണ്ട് വിവാഹം നടക്കാതെ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ വിവാഹം നടത്തി കൊടുക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ചില ആശയങ്ങൾ എന്നോട് പല സമയത്തായിട്ട് പിന്നെ കയറി കിടക്കാൻ ഇല്ലാത്തവന് ഇടമുണ്ടായി കൊടുക്കണം. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ഒരു വീടുണ്ടായി കൊടുത്ത ഒരു കുടുംബമേ കിടക്കും. ഇത് ആരോരും നോക്കാനില്ലാത്ത കുറേ ആളുകൾക്ക് കിടക്കാൻ ഇടമില്ലാതെ വിഷമിക്കുന്നു എന്നത് കേട്ടപ്പോൾ ഞാൻ കരുതി എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ ചിന്ത ആ വഴിക്കാൻ നീങ്ങിയത്. കാരണം അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഒക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റെന്തെങ്കിലും സ്വാർത്ഥമായിട്ടുള്ള ഒരു ചിന്തയില്ല ഇതിനകത്ത്. ഇതൊരു വലിയ വിഷയം. മകൾക്ക് 100 കാര്യം സമ്മതമായത്. കാരണം അവൾക്ക് ആഭരണത്തോട് പഠിക്കുന്ന കാലം തൊട്ട് വലിയ ആഭരണ ഭ്രമമൊന്നുമില്ല. അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവക്കാരി. അപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട് ഞാനൊരിപ്പോൾ സ്വർണ്ണം വാങ്ങിച്ചപ്പോൾ പറഞ്ഞത് സ്വർണ്ണം വിടാൻ തയ്യാറല്ല. ഞങ്ങൾ നിർബന്ധത്തിന് വഴങ്ങി ഒരല്പം സ്വർണ്ണം ശരിയുന്നുണ്ട്. ഇന്നിട്ടത് ഞങ്ങളുടെ നിർബന്ധം കൊണ്ട് അതിന് 4 വളയുണ്ട്. എനിക്ക് തോന്നുന്നു ആ വള മാത്രമേ ഉള്ളൂ സ്വർണ്ണമെന്ന് തോന്നുന്നതിനകത്ത് ബാക്കി കുപ്പികളെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിപ്പോൾ എനിക്ക് മാത്രമല്ല ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഒന്ന് മനസ്സ് വെച്ചാൽ ഇത്രയും ചെയ്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞ കുന്നോളം ചെയ്യണ്ട, കുന്നിക്കുരുവോളം ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊരു സന്ദേശമാകുന്നെങ്കിൽ അങ്ങനെ നമ്മളിപ്പോൾ സന്ദേശം ജീവിതമാണ് എൻ്റെ സന്ദേശമൊന്നും പറയാൻ ഗാന്ധിജിയല്ലല്ലോ നമ്മൾ. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിലേക്ക് നമ്മുടെ ചിന്ത പോയി അത് സാക്ഷാത്കരിച്ചു. അവിടെ ഇനി ഒരു 10-40 പേര് കിടക്കുന്നത് എന്നും അവരുടെ ആ ഒരു സ്വാർത്ഥതയുണ്ട് കേട്ടോ. ആ 40 പേര് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഈ പെൺകുഞ്ഞിന്റെ കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിച്ചാലേ അങ്ങനെ ഒരു സ്വാർത്ഥതയായിരിക്കും. സത്യം പറയാം, എനിക്ക് അതിനോട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇതുപോലും സത്യം പറഞ്ഞ് എന്തിനാ എന്നെ വിളിക്കുന്നത് എനിക്കറിയാം. പിന്നെ ഇവിടെ നിന്ന് ഇനി പുറന്നിരുന്നിരിക്കുമ്പോൾ ഇതൊന്നും എന്താ പറയുന്നത്, ഈ ഒതുക്കി പറയലോ പൊഴുത്തി പറയലോ ഇതൊന്നും അല്ലിത്. ഞാൻ എന്താണെന്ന് ഇവർക്കൊക്കെ അറിയാം. അതെ, കാരണം ഇത് എനിക്കൊരു വലിയ നിർബന്ധം. കാരണം ഇത് ഒരു സമൂഹം അറിഞ്ഞാലേ ഇങ്ങനൊരു കാര്യം ചെയ്യും. നാളെ ഒരാളല്ല ഞാൻ പറയുന്നത്. അതെ, ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത്രയും വലിയൊരു സംരംഭം ചെയ്യുക. ഇല്ല പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഒന്നും വന്നേ ഒരു മിനിറ്റ് അല്ല, നമ്മൾ അങ്ങനെ പറയേണ്ട ഒരു വിഷയമായിട്ടൊന്നും ഇതിനകത്തൊന്നും എനിക്ക് തോന്നുന്നു. സത്യം പറയാ, തുറന്നു പറയാ, അങ്ങനൊന്നും ഇല്ലെന്ന്. പിന്നെ മരിച്ചു പോകുന്ന മനുഷ്യരല്ലേ, നാളെ ഉറങ്ങി എണീക്കുമെന്ന് പോലും ഉറപ്പില്ലാത്ത മനുഷ്യൻ. ഞാനെപ്പോഴും പറയുന്നത് ലാത്തൂരിലെ ഭൂകമ്പം നടന്ന കാലത്തെ കുറിച്ച്. ഉറങ്ങി എഴുന്നേൽക്കാൻ കഴിയില്ലല്ലോ. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് കിടന്നവര് പിറ്റേന്ന് എണീറ്റില്ല. അപ്പൊ നമ്മൾ നാളെ എഴുന്നേൽക്കുന്നോ ജീവിച്ചിരിക്കുന്നോ ഒരു ഉറപ്പും ഇല്ലാത്തിടത്ത് ജീവിച്ചിരുന്നു എന്നുള്ളൊരു ചെറിയൊരു കയ്യൊപ്പ് വേണം എവിടേക്ക്. അത്രയേ ഉള്ളൂ ഞാൻ പറയാറുള്ള. എപ്പോഴും നമ്മൾ ജീവിച്ചിരുന്നു എന്നുള്ളൊരു ചെറിയ കയ്യൊപ്പ്, അത്രയേ ഉള്ളൂ. വേറെ കാര്യമൊന്നുമില്ല. വേറെ ഒന്നും കൊണ്ടാൻ പറ്റില്ല. ഓർമ്മ പോലും വേണമെന്നില്ല. സത്യം പറയാം, അതുപോലെ സ്വാർത്ഥതയാണ്. ഓർക്കണ്ട, പക്ഷെ നമ്മൾ ഇടയ്ക്കിടെ ഉണ്ടായിരുന്നു എന്ന് അത്രയും ഒരു സിഗ്നേച്ചർ. ഒരുപാട് ഇത് വാക്കുകളാൽ പറഞ്ഞു തീർക്കാവുന്ന നന്ദി അല്ലിത്. കാരണം എത്രയോ ആളുകളുടെ ഒരു അറിയില്ലാത്ത, കേട്ടുപരിചയമില്ലാത്ത, കണ്ടിട്ടില്ലാത്ത ആളുകളാണ് ഇനി അവിടെ അന്തിയുറങ്ങാൻ പോകുന്നത്. വഴിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മാതാപിതാക്കൾ, തെരുവിൽ അടഞ്ഞിടക്കുന്ന കുറെ മനുഷ്യർ, അവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം കാണിച്ച ഈ മനസ്സിന് നന്ദി പറഞ്ഞു തീർക്കാൻ കഴിയില്ല. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും സ്വന്തം ജീവിതം കൊണ്ട് മാതൃകയാക്കാൻ ശ്രമിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ശരി.